261 ഇന്ത്യ NDS ഒക്കെ 259. അംബാനെ 259. ആരാണ് ഈ അംബാൻ? വിജയകുമാർ അംബാൻ കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. അതാണ് അംബാൻ. നമ്മുടെ മറ്റേ ചാക്കാല കഴിഞ്ഞില്ലെന്ന് ഞാൻ വിചാരിച്ചു. പാലക്കാട് VK ശ്രീകണ്ഠന്റെ ലീഡ് 12,315 വോട്ടായി. ഇന്ത്യ മുന്നണി 261 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. 259 ഇടങ്ങളിൽ ഇതൊരു നടയാ. ഇനി വരപ്പോറത് യുദ്ധം, ജനാധിപത്യ യുദ്ധം. നീ പേசுന്നത് എവിടെ 400 പാർ 260 കിടക്കാണ്. കട്ടക്കോട്ട പോരാട്ടം. എക്സിറ്റ് പോളുകളും ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളുകളും കടമുഴകി. എക്സിറ്റ് പോളുകൾ കടമുഴകി. ഇനിയിപ്പോ അറിഞ്ഞൂടാ 400 എത്തും. ഇനി പറഞ്ഞുകൂടാ. നോക്കാം നമുക്ക്. 12,315 വോട്ടുകൾക്ക് പാലക്കാട്ട് VK ശ്രീകണ്ഠൻ മുന്നിലാണ്. മറന്നു സുരേഷ് ഗോപി 10,000 കടന്നു. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി തൃശൂർ എടുക്കാൻ സാധ്യത അല്ലേ? സാധ്യത തെളിയുകയാണോ? പറയാൻ പറ്റുന്നില്ല, പറയാറായിട്ടില്ല. NDS 265, ഇന്ത്യ 255. വീണ്ടും 10 സീറ്റ് ഡിഫറൻസ്. LDF നില ലേശം മെച്ചപ്പെട്ടിരിക്കുന്നു. LDF 3 ഇടങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. UDF 16, LDF 3, NDA 1. NDA ക്യാമ്പ് ഞെട്ടി വിറയ്ക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തകർന്നടിയുന്നെന്ന സൂചന. എന്തായാലും 265 സ്ഥലങ്ങളിൽ NDAയും ഇന്ത്യ മുന്നണി 255 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ 3 മാവേലിക്കര, ആലത്തൂർ, അതുപോലെ തന്നെ കാസർഗോഡ് LDF സ്ഥാനാർത്ഥി ME ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് ബ്രേക്കിംഗ് ന്യൂസ് ഫ്രം കാസർഗോഡ്. ME ബാലകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി കാസർഗോഡ് ലീഡ് ചെയ്യുന്നു. സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ. കോയമ്പത്തൂരിൽ തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ പിന്നിലാണ്. 12,795 വോട്ടുകൾക്ക് DMK സ്ഥാനാർത്ഥി ഗണപതി രാജ്കുമാർ അവിടെ ലീഡ് ചെയ്യുന്നു. എന്തായാലും ദേശീയ തലത്തിൽ തന്നെയാണ് ആകാംക്ഷയുടെ അങ്ങേയറ്റത്തെ കാഴ്ച. NDA നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ആഷ്മി 270 ഉയർത്തുന്നു അവർ. 250 ഇന്ത്യ സഖ്യം തൊട്ട് പിന്നിൽ 20 സീറ്റുകൾ ഡിഫറൻസിലുണ്ട്. തൊട്ട് പിന്നിൽ 270 ഇതാദ്യം കുറച്ച് സമയത്തിന് ശേഷം ആദ്യമായി 270 NDA ഉയരുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണോ NDA? 300 കടന്നിട്ടാണ് 270 വരുന്നതെന്ന് ഓർക്കണം. 303 കടന്നാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി പിന്നിലാണ്. അമേഠിയിൽ VD സതീശൻ അദ്ദേഹത്തിന്റെ ഓഫീസിലാണെന്ന് തോന്നുന്നു. അവിടെ കൗണ്ടിംഗ് ഡേ ത്രില്ലിൽ ഇരിക്കുകയാണ്. UDFനെ സംബന്ധിച്ച് 16 ലീഡുണ്ട്. LDF 3 ആലോചനാമഗ്നനാണ്. സന്തോഷിച്ചിരിക്കുകയാണ്. VD സതീശൻ എനിക്ക് തെരഞ്ഞെടുപ്പ് സംരക്ഷണം ഇപ്പോൾ 274 ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു. ഇന്ത്യ മുന്നണി 246 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇന്ദിരാഭവനിൽ ഇരുന്ന് പോരാട്ടം നടന്ന വടകരയിൽ ഷാഫിയുടെ ലീഡ് 10,000 കടന്നിട്ടുണ്ട്. ഇതിനിടയിൽ 10,013 ആയിട്ടുണ്ട്. ഈ വാരണാസിയിൽ 343 കുറഞ്ഞു എന്ന് വാർത്ത വരുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ ലീഡ് അല്ലേ? പ്രധാനമന്ത്രിയുടെ ലീഡ് അവിടെ എനിക്കൊന്ന് പ്രധാനമന്ത്രിയുടെ ലീഡല്ല, എതിർ സ്ഥാനാർത്ഥിയുടെ ലീഡ് കുറയാണ്. 1628 ഏതെങ്കിലും ഒരു സമയത്ത് പ്രധാനമന്ത്രിക്ക് മുകളിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നു എന്നത് വലിയ കാര്യമാണല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് അതാണ് അതിൽ. വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മുന്നിലാണ് എന്ന വാർത്ത വരുന്നു. അതുപോലെ ചാലക്കുടിയിൽ 6,393 വോട്ടുകൾക്ക് പ്രൊഫസർ രവീന്ദ്രനാഥ് പിന്നിലാണ്. LDF സ്ഥാനാർത്ഥി ഏറ്റവും അവസാനത്തെ കക്ഷി നില കേരളത്തിൽ. UDF 16, NDA 1. തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സുരേഷ് ഗോപിക്ക് ആഹ്ലാദകരമായ വാർത്ത വരുന്നു. NDA അവിടെ മുന്നിലാണ്. രാധാകൃഷ്ണന്റെ ലീഡ് 4,194 ഉയർന്നിട്ടുണ്ട്. മറ്റേ ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് 26,000 കടന്നിട്ടുണ്ട്. പൊന്നാനിയിലെ UDF ലീഡ് 16,768 ആയിട്ടുണ്ട്. ഹൈബീഡന്റെ ലീഡ് 21,718 ആയിട്ടുണ്ട്. UDFന്റെ ലീഡുകളൊക്കെ ഏതാണ്ട് കംഫർട്ടബിൾ ആയി പോകുന്നുണ്ട്. ജയകുമാർ ഇപ്പോഴും നരേന്ദ്രമോദി 1,628 വോട്ടുകൾക്ക് പിന്നിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇന്ത്യയിൽ നടക്കുന്ന സൂചനയാണ് വരുന്നത്.
പക്ഷേ NDAക്ക് ചെറിയ ആശ്വാസമുണ്ട്. 280ലേക്ക് എത്തിയിട്ടുണ്ട്. 280ലേക്ക് എത്തി. 40 ഓ, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 52,891 ആയിരിക്കുന്നു. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ നല്ല ലീഡ് നില ആയിട്ടുണ്ട്, നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി 16 ഇടത്ത് UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. LDF 3 മണ്ഡലങ്ങളിൽ, NDA തൃശ്ശൂരിൽ. അപ്പൊ 16-3-1. എന്തായാലും ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ഇരുന്ന് കാണുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ആശ്വസിക്കാൻ വകയുണ്ട് അല്ലേ? സന്തോഷമുണ്ട്. VD സതീശന്റെ മുഖത്തൊക്കെ ഒളിപ്പിച്ചു വെച്ച ഒരു ചിരിയുണ്ട്, ഒരു പ്രസാദം, പ്രസാദാത്മകനായിട്ട് അങ്ങ് കാണുക. 290 NDA ഉയർത്തുന്നു, 230ലേക്ക് 230 താഴെയാണ്. 290 വീണ്ടും 300ലേക്ക് വീണ്ടും കടക്കുകയാണോ എന്നറിയില്ല. 290ലേക്ക് NDA എത്തുന്നു. ഇന്ത്യ സഖ്യം അസാധ്യമായ പുറകിലാണ് ഇപ്പോഴും. നമ്മൾ ഈ വോട്ടെണ്ണൽ തുടങ്ങി 2 മണിക്കൂർ ആകുമ്പോഴും വാരാണസിയിൽ മോദി പിന്നിലാണ്. മലപ്പുറത്ത് 29,549 വോട്ടുകൾക്ക് ET മുഹമ്മദ് ബഷീർ UDF മുന്നിലാണ്. 290 NDA, ഇന്ത്യ സഖ്യം 200. വാരണാസിയിൽ അജയ് റായ് ഇന്ത്യൻ പ്രധാനമന്ത്രി വാരണാസിയിൽ ലീഡ് നിൽക്കുന്നു. 436. ഇടയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് അവിടെ ലീഡ് നില എതിർ സ്ഥാനാർത്ഥി കൈവരിച്ചു. എന്നാൽ ഇന്ന് കഥ മാറി. ഇപ്പോൾ കഥ മാറി. വാരണാസിയിൽ നരേന്ദ്രമോദി ലീഡ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അവസാനം ഇതാണ് കക്ഷിനില. ആകെയുള്ള മണ്ഡലങ്ങൾ 543, NDA 290, ഇന്ത്യ മുന്നണി 294 ആയിട്ടുണ്ട്. ഇന്ത്യ സഖ്യം 224, NDA 294. കട്ടയ്ക്ക് മത്സരമുണ്ട്. എന്നാലും NDA നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 294ലേക്കും ഇന്ത്യ മുന്നണി 224ലേക്കും മാറിയിരിക്കുന്നു. നില മെച്ചപ്പെട്ടിരിക്കുന്നു. വാരണാസിയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നിലാണ് എന്ന വാർത്ത വരുന്നുണ്ട്. അതുപോലെ കെ സുരേന്ദ്രൻ 52,891 വോട്ടുകൾക്ക് വയനാട്ടിൽ പിന്നിലാണ്. ഷാജി പറമ്പിൽ 10,013 വോട്ടുകൾക്ക് വടകരയിൽ മുന്നിലാണ്. ആന്റണിയുടെ ലീഡ് 4,559 തുടരുന്നുണ്ട്. ഹൈബി ഈഡന്റെ ലീഡ് ഏതാണ്ട് 26,076 രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ മുന്നിലാണ്, 4,602 വോട്ടുകൾക്ക് മുന്നിലാണ്. ബെന്നി ബെഹനാൻ 7,651 വോട്ടുകൾക്ക് മുന്നിലാണ്. പൊന്നാനിയിൽ UDFന്റെ ലീഡ് 21,220 ആയിട്ടുണ്ട്. നാദാപുരം നിയമസഭാ മണ്ഡലം 3ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഷാഫി പറമ്പിൽ മുന്നിലാണ് വടകരയിൽ എന്ന വിവരം വരുന്നു. കോട്ടയത്ത് UDFന്റെ ലീഡ് 5,936 ആയിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് 15,000 കടന്നിട്ടുണ്ട്, 15,854 ആയിട്ടുണ്ട്. അതൊരു സിഗ്നിഫിക്കന്റ് ആണോ പറയാം അല്ലേ? ലക്നൌവിൽ രാജ്നാഥ് സിംഗ് മുന്നിലാണ്. അമേഠിയിൽ ലീഡ് ഉയർത്തുന്നു കോൺഗ്രസ്. റായ്ബറേലിയിൽ ലീഡ് ഉയർത്തുന്നു രാഹുൽ ഗാന്ധി. 298ലേക്ക് NDA ഉയരുന്നു, 221ലേക്ക് ഇന്ത്യ മുന്നണി താഴ്ന്നു. 298 NDA, 221 ഇന്ത്യ മുന്നണി. അവിടെ നേരിയ നിലയിൽ NDA നില മെച്ചപ്പെടുത്തുന്നു. പക്ഷേ ശരിക്കും വിറപ്പിക്കാൻ കഴിയുന്നു ഇന്ത്യ സഖ്യത്തിന്. അതൊരു തർക്കവുമില്ല. രാജ്യത്തൊരു പ്രതിപക്ഷ സാന്നിധ്യം ഭൂമിയിലുണ്ട്, ഗ്രൗണ്ടിലുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട്. UP യിലടക്കം ബീഹാറിലടക്കം വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ത്യയെ 221, NDA 298. ഇത്ര നേരം പിന്നിൽ നിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഇപ്പോൾ 436 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുകയാണ്. അജയ് റായ് ഇത്ര നേരവും വോട്ടെണ്ണി തുടങ്ങി ഈ സമയം അത്രയും അജയ് റായ് മുന്നിലായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധി പിന്നിൽ. ഇപ്പോഴാണ് നരേന്ദ്രമോദി 436 വോട്ടുകൾക്ക് മുന്നിലേക്ക് വരുന്നത്. NDA സഖ്യം 298 സീറ്റുകളിൽ, ഇന്ത്യ സഖ്യം 221 സീറ്റുകളിൽ. UP യിലും ബീഹാറിലും അടക്കം ഇന്ത്യ സഖ്യത്തിന്റെ അതിശക്തമായ പോരാട്ടം കാണുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഒരു എക്സിറ്റ് പോളുകളും വീണ്ടും 300 സെഞ്ചുറി അല്ലെ, 3 സെഞ്ചുറി 300 അടിച്ചിരിക്കുന്നു. NDA 300, ഇന്ത്യ മുന്നണി 221. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് കേരളത്തിലെ 17 സ്ഥലങ്ങൾ UDF ലീഡ് ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.